3 മണി വാർത്തയിലേക്ക് വിശദമായി. റബ്ബർ വില ഉയർത്തിയാൽ ബിജെപിക്ക് വോട്ട് ചെയ്യുമെന്ന വാഗ്ദാനവുമായി തലശ്ശേരി ആർച്ച് ബിഷപ്പ്. റബ്ബർ വില 300 രൂപയാക്കിയാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിയെ സഹായിക്കാമെന്നും കേരളത്തിൽ നിന്ന് MP ഇല്ല എന്ന വിഷമം കുടിയേറ്റ ജനത പരിഹരിക്കുമെന്നുമാണ് ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനിയുടെ പ്രസംഗം. ഇന്നലെ നടത്തിയ പ്രസംഗം രാഷ്ട്രീയ ചർച്ചയായ ശേഷവും ആർച്ച് ബിഷപ്പ് നിലപാട് ആവർത്തിക്കുകയും ചെയ്തു. അതേസമയം റബ്ബർ വിലയിൽ കോൺഗ്രസിനെയും CPM-നെയും മാർ ജോസഫ് പാംപ്ലാനി വിമർശിക്കുകയും ചെയ്തു. നമുക്ക് കേന്ദ്ര സർക്കാരിനോട് പറയാം, നിങ്ങളുടെ പാർട്ടി ഏതുമായിക്കോട്ടെ, ഞങ്ങൾ നിങ്ങളെ വോട്ട് ചെയ്ത് ജയിപ്പിക്കാം. നിങ്ങൾ റബ്ബറിന്റെ വില 300 രൂപയായി പ്രഖ്യാപിച്ച് ആ റബ്ബർ കർഷകനിൽ നിന്ന് എടുക്കുക. നിങ്ങൾക്ക് ഒരു MP-യും ഇല്ല എന്നുള്ള വിഷമം ഈ കുടിയേറ്റ ജനത മാറ്റിത്തരാം. കണ്ണൂരിലെ മലയോര മേഖലയായ ആലക്കോട് കത്തോലിക്ക കോൺഗ്രസിന്റെ സമ്മേളനം ഉദ്ഘാടനം ചെയ്തായിരുന്നു ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനിയുടെ BJP അനുകൂല പ്രസ്താവന. പ്രസംഗം രാഷ്ട്രീയ ചർച്ചയായതിന് പിന്നാലെ വീണ്ടും മാധ്യമങ്ങളെ കണ്ട ആർച്ച് ബിഷപ്പ് നിലപാടിൽ ഉറച്ചുനിന്നു. BJP-യുമായി സംസാരിക്കാൻ കഴിയാത്ത സാഹചര്യമില്ലെന്നും രാജ്യം ഭരിക്കുന്നവരോട് സംസാരിക്കുന്നതിന് യാതൊരു പ്രശ്നവുമില്ലെന്ന് നിലപാട്. BJP ഓഫർ വച്ചാൽ മലയോര കർഷകർ പിന്തുണ നൽകുമെന്നും ആർച്ച് ബിഷപ്പ് വ്യക്തമാക്കി. കർഷകർക്ക് ഇപ്പോൾ മുന്നോട്ട് നീങ്ങണമെങ്കിൽ ആകെ കൂടിയുള്ള അവരുടെ വരുമാന മാർഗം എന്ന് പറയുന്നത് റബ്ബർ കൃഷിയാണ്. ആ റബ്ബറിനെ ആരാണോ പിന്തുണയ്ക്കുന്നത് അവർക്ക് ഞങ്ങൾ പിന്തുണ നൽകും. BJP ആണെങ്കിൽ BJP, സംസ്ഥാനം ഭരിക്കുന്ന ഇടതുമുന്നണിക്ക് അതിന് സാധിക്കുമെങ്കിൽ ഇടതുമുന്നണിക്കൊപ്പം നിൽക്കാൻ കർഷകർ തയ്യാറാണ്. BJP-ക്ക് MP ഇല്ലാത്ത വിഷമം മാറ്റിത്തരുമെന്ന പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുന്നു. ഒരു രാഷ്ട്രീയ കക്ഷിയോടും അയിത്തമില്ലെന്ന് ആർച്ച് ബിഷപ്പ് വിശദീകരിച്ചെങ്കിലും കോൺഗ്രസ്, കേരള കോൺഗ്രസ് പാർട്ടികളെയും സംസ്ഥാനം ഭരിക്കുന്ന ഇടതുമുന്നണിയെയും ആർച്ച് ബിഷപ്പ് വിമർശിക്കുന്നുണ്ട്. കോൺഗ്രസിനെയും കേരള കോൺഗ്രസിനെയും കൊണ്ട് നേട്ടമില്ലാത്തതുകൊണ്ടാണല്ലോ റബ്ബർ വില 120-ൽ നിൽക്കുന്നതെന്ന് പ്രതികരണം. അവരെ കൊണ്ട് നേട്ടം ഉണ്ടാകുന്നില്ല എന്നുള്ളതിന്റെ തെളിവാണല്ലോ റബ്ബറിന്റെ വില 120 നിൽക്കുന്നത്. താൻ പറഞ്ഞത് സഭയുടെ ഔദ്യോഗിക നിലപാടല്ലെന്നും മലയോര കർഷകരുടെ വികാരമാണെന്നുമാണ് ആർച്ച് ബിഷപ്പിന്റെ വിശദീകരണം. എന്നാൽ കേരളത്തിലെ സഭാ നേതൃത്വങ്ങളെ അടുപ്പിക്കാൻ BJP നേതൃത്വത്തിൽ ചർച്ചകൾ പുരോഗമിക്കുമ്പോഴാണ് കത്തോലിക്ക സഭയിലെ ഒരു ബിഷപ്പ് ഇത്തരം നിലപാടെടുത്തത് എന്നതാണ് ശ്രദ്ധേയം. ന്യൂസ് 18 കണ്ണൂർ. ആർച്ച് ബിഷപ്പിന്റെ പ്രസ്താവന തനിക്ക് അറിയില്ലെന്ന് പറഞ്ഞ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ BJP-യുടെ സോഷ്യൽ എഞ്ചിനീയറിംഗ് കേരളത്തിൽ ഫലപ്രദമാകില്ലെന്ന് പ്രതികരിച്ചു. അവിടെ റബ്ബറിന്റെ വില മാത്രം അല്ല പ്രശ്നമായിരുന്നു എന്നും CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു. രാവിലെ മാധ്യമങ്ങളെ കണ്ട് ആർച്ച് ബിഷപ്പ് MV ഗോവിന്ദനും മറുപടി നൽകി. റബ്ബറിന്റെ വില നിസാര വിഷയമായി ഗോവിന്ദൻ മാഷിന് തോന്നുന്നുവെങ്കിൽ മലയോര കർഷകർക്ക് തോന്നുന്നില്ല എന്നായിരുന്നു പ്രതികരണം. ഈ എഞ്ചിനീയറിംഗിൽ മുഴുവൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ ഉള്ളത്. ആ എഞ്ചിനീയറിംഗ് ഒന്നും കേരളത്തിൽ ഫലപ്രദമാവില്ല എന്ന് ആർക്കറിയാത്തത്. ഇവിടെ മതനിരപേക്ഷ ഉള്ളടക്കം തന്നെയാണ് പ്രശ്നം. BJP വർഗീയതയുടെയും അതുപോലെ തന്നെ ഈ രാജ്യം ഒരു ഹിന്ദുത്വ രാഷ്ട്രമാക്കി രൂപപ്പെടുത്തണം എന്നുള്ളത് തന്നെയാണ് അഭിപ്രായം. അതിന് റബ്ബറിന്റെ വില മാത്രമല്ല പ്രശ്നം. റബ്ബറിന്റെ വില എന്ന് പറയുന്നത് അതൊരു നിസാര വിഷയമായിട്ട് ഗോവിന്ദൻ മാഷിന് തോന്നുന്നുണ്ടായിരിക്കും. പക്ഷേ മലയോര കർഷകർക്ക് അതൊരു നിസാര വിഷയമായി തോന്നുന്നില്ല. ബിഷപ്പിന്റെ പ്രസ്താവന പരിഗണിക്കപ്പെടേണ്ടതാണെന്നും കർഷക പ്രതിനിധികളുമായി ചർച്ച നടത്തുമെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. കേന്ദ്രത്തിൽ നിന്നും കൂടുതൽ ഇടപെടലുണ്ടാകും. ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരുമായി ചർച്ച നടന്നിട്ടുണ്ട്. ഇനിയും അത് തുടരുമെന്നും ജോസ് കെ മാണി പറഞ്ഞു. പാലാ ബിഷപ്പിനെ PFI വേട്ടയാടിയപ്പോൾ ഓടി ഒളിച്ച ആളെന്നായിരുന്നു ജോസ് കെ മാണിക്കുള്ള സുരേന്ദ്രന്റെ മറുപടി. റബ്ബർ കർഷകരുടെ വിഷയത്തിൽ തലശ്ശേരി ആർച്ച് ബിഷപ്പ് നടത്തിയ പ്രസ്താവന കേരളത്തിലെ ഇടതു വലതു മുന്നണികൾ കർഷകരോട് കാണിക്കുന്ന കൊടിയ വഞ്ചനയുടെ, ഇത്രയും കാലമായിട്ടും കേരളത്തിലെ കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കാത്ത ഇടതു വലതു മുന്നണികളുടെ ദയനീയമായ ചിത്രം വരച്ചു കാട്ടുന്നതാണ്. കേന്ദ്ര ഗവൺമെന്റിന് ഇക്കാര്യത്തിൽ എന്തൊക്കെ സഹായങ്ങൾ ചെയ്യാൻ സാധിക്കും, ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്ന കർഷകർക്ക് അനുകൂലമായിട്ടുള്ള പദ്ധതികൾ ഇനി എങ്ങനെ കൂടുതൽ ശക്തിപ്പെടുത്താൻ സാധിക്കുമെന്നുള്ള ഒരു ശരിയായ അന്വേഷണത്തിലേക്കാണ് ഈ പ്രസ്താവന വിരൽ ചൂണ്ടുന്നത്. ഞങ്ങൾ ഈ കാര്യത്തിൽ കർഷകരുമായിട്ടുള്ള എല്ലാ പ്രതിനിധികളുമായിട്ടും ചർച്ച നടത്തി ആവശ്യമായിട്ടുള്ള ഇടപെടൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ചെയ്യാൻ സാധിക്കുന്നതിന്റെ പരമാവധി കാര്യങ്ങൾ ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത്. കേരളത്തിലെ റബ്ബർ കർഷകരുടെ പ്രതിസന്ധിയും അതോടൊപ്പം തന്നെ റബ്ബറിൻ്റെ വിലയിടിവും ഇതിലെല്ലാം പ്രധാന കാരണം കേന്ദ്രത്തിൻ്റെ നയങ്ങളാണ്. അപ്പോൾ ആ നയങ്ങൾ തിരുത്തണം
അതാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ കൂടെ ഉദ്ദേശിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ ഒരു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ കേന്ദ്രം ഇപ്പോൾ സംസ്ഥാന സർക്കാരിനോട് ചെയ്യുന്ന അവഗണന, ഇപ്പോൾ സാമ്പത്തികമായി ശ്വാസം മുട്ടിച്ചുകൊണ്ട് തകർക്കാൻ ശ്രമിക്കുന്നത്, റബ്ബർ കർഷകരുടെ വിഷയങ്ങൾ ഉൾപ്പെടെ, റബ്ബറിൻ്റെ മാത്രമല്ല, ഇപ്പം നമ്മുടെ ക്യാഷ് ക്രോപ്സിൻ്റെ ഉണ്ട്, നാണ്യവിളകളുടെ വില ഇടിവുണ്ട്. ഇതെല്ലാം കൃത്യമായി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് കേന്ദ്രത്തിൻ്റെ നയങ്ങൾ കൊണ്ട് തന്നെയാണ്. അപ്പോൾ ആ നയങ്ങളൊക്കെ ആയിരിക്കുമല്ലോ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അത് തിരുത്തണമെന്നുള്ളതാണ് അതിൽ കൂടെ സൂചിപ്പിക്കുന്നത്. RSSും BJPയും ഒക്കെ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷകരായി വരികയാണെന്നും കുറുക്കന് ഒരിക്കലും കോഴിയെ സംരക്ഷിച്ച ചരിത്രമില്ലെന്ന് ക്രൈസ്തവർക്ക് അറിയാമെന്നും മന്ത്രി MB രാജേഷ്. പുള്ളിപ്പുലിയുടെ പുള്ളി എത്ര തേച്ചാലും മായ്ച്ചാലും പോകില്ല. RSSന്റെ വിചാരധാരയിൽ മുസ്ലിങ്ങളും ക്രൈസ്തവരും കമ്മ്യൂണിസ്റ്റുകളുമാണ് ശത്രുക്കളെന്നും MB രാജേഷ് പറഞ്ഞു. RSSും BJPയും ഒക്കെ ഇപ്പോൾ ക്രൈസ്തവ ന്യൂനപക്ഷത്തിൻ്റെ സംരക്ഷകരായിട്ട് രംഗത്ത് വരുമ്പോൾ യഥാർത്ഥത്തിൽ ന്യൂനപക്ഷങ്ങൾക്കറിയാം കുറുക്കൻ ഒരിക്കലും കോഴിയെ സംരക്ഷിച്ച ചരിത്രമില്ല എന്ന്. അത് നന്നായിട്ടറിയാം. വിചാരധാരയാണല്ലോ RSSന്റെയും അമിത്ഷായുടെയും എല്ലാം പ്രാമാണികമായ ഗ്രന്ഥം. വിചാരധാരയിലെ 20ാമത്തെ അധ്യായം ഇന്ത്യയുടെ ആന്തരിക ഭീഷണിയെക്കുറിച്ചാണ്, ഹിന്ദു രാഷ്ട്രത്തിൻ്റെ ആന്തരിക ഭീഷണിയെക്കുറിച്ചാണ്. ആ അധ്യായത്തിൻ്റെ തലക്കെട്ട് ക്രൈസ്തവർ എന്നതാണ്. 19ാമത്തെ അധ്യായം ആന്തരിക ഭീഷണി 1 മുസ്ലിങ്ങൾ എന്നതാണ്. 20ാമത്തെ അധ്യായം ആന്തരിക ഭീഷണി 2 ക്രിസ്ത്യാനികൾ എന്നതാണ്. 21ാമത്തെ അധ്യായം ആന്തരിക ഭീഷണി 3 കമ്മ്യൂണിസ്റ്റുകാർ എന്നതാണ്. ഇതാണ് യാഥാർത്ഥ്യം. അത് വെള്ളപൂശാൻ ഗോൾവാൾക്കർ വിചാരധാരയിൽ എഴുതി വെച്ചത് വെള്ളപൂശാൻ ഇപ്പോൾ ആരെങ്കിലും ശ്രമിച്ചുകൊണ്ട് നടക്കുമെന്ന് വിചാരിക്കുന്നില്ല. പുള്ളിപ്പുലിയുടെ പുള്ളി ഇവരാരും എത്ര വരച്ചാലും എത്ര തേച്ച് കഴുകിയാലും മാഞ്ഞു പോകില്ല എന്നത് ജനങ്ങൾക്കറിയാം, ന്യൂനപക്ഷങ്ങൾക്കറിയാം. രാജ്യത്തെ സ്ത്രീകൾ ലൈംഗികാതിക്രമത്തിന് ഇരയാകുന്നുവെന്ന പരാമർശത്തിൽ വിശദാംശങ്ങൾ തേടി ഡൽഹി പോലീസ് രാഹുൽ ഗാന്ധിയുടെ വസതിയിലെത്തി. വിവരങ്ങൾ കൈമാറാമെന്ന് പോലീസിനെ അറിയിച്ച രാഹുൽ സാവകാശം തേടിയെന്ന് പോലീസ് പറഞ്ഞു. പോലീസ് നടപടി രാഷ്ട്രീയ വിരോധം തീർക്കാനാണെന്ന് കോൺഗ്രസ് വിമർശിച്ചു. വീടിന് പുറത്ത് പ്രതിഷേധിച്ച കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. ഭാരത് ജോഡോ യാത്രയ്ക്കിടെ നടത്തിയ പരാമർശത്തിൽ വിശദാംശങ്ങൾ തേടിയാണ് ഡൽഹി പോലീസ് രാഹുൽ ഗാന്ധിയുടെ വസതിയിലെത്തിയത്. ശ്രീനഗറിൽ നടന്ന സമാപന സമ്മേളനത്തിലായിരുന്നു രാജ്യത്തെ സ്ത്രീകൾ ലൈംഗികാതിക്രമത്തിന് ഇരയാകുന്നുവെന്നും പീഡനത്തിനിരയായ പെൺകുട്ടിയുമായി സംസാരിച്ചെന്നും രാഹുൽ പ്രസംഗിച്ചത്. ഇരകളുടെ വിവരങ്ങൾ കൈമാറാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയതിന് പിന്നാലെ രാവിലെ 10:30യോടെയാണ് പോലീസ് രാഹുലിന്റെ വസതിയിലെത്തിയത്. പോലീസ് എത്തിയതിനു പിന്നാലെ തുഗ്ലക് ലൈനിലെ രാഹുലിന്റെ വസതിക്ക് മുന്നിൽ അരങ്ങേറിയത് നാടകീയ രംഗങ്ങൾ. രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട്, പാർട്ടി വക്താവ് പവൻ ഖേര തുടങ്ങിയ നേതാക്കൾ വസതിയിലെത്തി. നിരവധി പ്രവർത്തകരും പ്രതിഷേധവുമായി തടിച്ചുകൂടി. പോലീസിന്റേത് ഫാസിസ്റ്റ് നടപടിയെന്ന് ഗെഹ്ലോട്ട് വിമർശിച്ചു. इनका अहम और घमंड जो है चकनाचूर होगा. देश में डेमोक्रेसी कायम रहनी चाहिए, ये संकल्प पूरे देशवासियों का है. ये डेमोक्रेसी खत्म कर रहे हैं, ये फासिस्ट लोग हैं. चेहरा पहना हुआ लोकतंत्र का आज जो हरकतें हो रही है, पत्रकार साहित्यकार लेकर सब जेलों में बंद रहते हैं. ईडी, इनकम टैक्स, सीबीआई का दुरुपयोग हो रहा है. जुडिशरी पे इनका दबाव है. पूरा देश देख रहा है इनको. आज की हरकत तो मैं समझता हूँ बहुत गंभीर है. 2.5 മണിക്കൂർ കാത്തുനിന്നെങ്കിലും രാഹുലിൽ നിന്ന് വിവരങ്ങൾ തേടാൻ പോലീസിനായില്ല. രാഹുൽ ഗാന്ധിയെ കണ്ടെന്നും സാവകാശം ആവശ്യപ്പെട്ടതായും പോലീസ്. काफी लंबी उनकी यात्रा थी और वो काफी लोगों से मिले थे और उसको कंपाइल करने में उनको टाइम लगेगा और जैसे ही टाइम लगेगा और जैसे ही उनकी कंपाइल हो जाएगी वो हमें देंगे. और कितना समय बोला है? अभी उन्होंने हमें यही श्योर किया है कि वो जल्दी से जल्दी देंगे. हो सकता है उसमें उनको टाइम लगे, तो जैसे ही इन्फॉर्मेशन आएगी हम अपनी कार्रवाई. പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. അദാനിക്കെതിരെ ആരോപണം ഉന്നയിച്ചപ്പോൾ നരേന്ദ്രമോദിക്ക് വേദനിച്ചതിന്റെ തെളിവാണ് രാഹുൽ ഗാന്ധിയുടെ വീട്ടിൽ പോലീസ് എത്തിയ സംഭവമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. രാഹുലിനെതിരെയുള്ള നീക്കം കൃത്യമായ അജണ്ടയോടെയാണ്. ഇത് വെള്ളരിക്ക പട്ടണമല്ലെന്നും പേടിപ്പിച്ച് പിന്മാറ്റം നോക്കണ്ടെന്നും KC വേണുഗോപാൽ പറഞ്ഞു. രാഹുൽ ഗാന്ധി ഒറ്റക്കല്ലല്ലോ സംസാരിക്കുന്നത്. ജമ്മു കാശ്മീരിൽ നിങ്ങൾ നോക്കുക, വിഷ്വൽസ് എടുത്ത് നോക്ക്. മാത്രമാണോ ഇപ്പൊ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും ഇത് പ്രസംഗിക്കാറില്ലേ? ആ രാഹുൽ ഗാന്ധിയെ മാത്രം ഒറ്റ തിരിഞ്ഞ്, അതിന് രാഹുൽ ഗാന്ധി സ്റ്റേറ്റ്മെന്റും കൊടുത്തല്ലോ അവർക്ക് 2 ദിവസം മുമ്പ്. അപ്പൊ ഇത് കൃത്യമായിട്ടുള്ള അജണ്ടയോടുകൂടി യഥാർത്ഥ കള്ളനെ പിടിക്കാതെ അവൻ എല്ലാ പ്രൊട്ടക്ഷനും കൊടുക്കുകയാണ്. ഈ രാജ്യം കൊള്ളയടിക്കുന്നവർക്ക് എല്ലാ പ്രൊട്ടക്ഷനും കൊടുക്കുകയാണ്. സത്യങ്ങൾ തുറന്നു പറയുന്നവനെ
പോലീസിനെയും പട്ടാളത്തെയും എല്ലാവരും ഉപയോഗിച്ചുകൊണ്ട് പേടിപ്പെടുത്തുകയാണ്. ഇത് ഇന്ത്യയുടെ വളരെ പട്ടണമാണ്. ഇതുകൊണ്ടൊന്നും ഞങ്ങൾ പേടിക്കാൻ പോണില്ല. ഞങ്ങൾ ശക്തമായി പോരാടും. അവരിതുപോലെ തന്നെയാണ് 5 ദിവസക്കാലം ED ചോദ്യം ചെയ്തത്. എന്തായി എന്നിട്ട്? രാഹുൽ ഗാന്ധിയുടെ പാർലമെന്റ് പ്രസംഗത്തിൽ അദ്ദേഹം അദാനിയുമായി ഒന്നിച്ച് യാത്ര ചെയ്ത കാര്യം, അദാനിയുമായി ഒന്നിച്ച് കോൺഫറൻസിൽ വിദേശങ്ങളിൽ പങ്കെടുത്ത കാര്യം ചിത്രങ്ങൾ സഹിതം, തെളിവുകൾ സഹിതം പാർലമെന്റിൽ പറഞ്ഞു. ചോദിച്ച ചോദ്യമുണ്ട് കൃത്യം. ആ ചോദ്യങ്ങൾക്ക് ഒന്നിനെങ്കിലും മറുപടി പറഞ്ഞു. പ്രധാനമന്ത്രിക്ക് ഒരു നിരപരാധിയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞാൽ പോരെ, ഞാൻ അഡാനിയുടെ കൂടെ യാത്ര ചെയ്തിട്ടില്ല, അഡാനിയുടെ കൂടെ വിദേശ രാജ്യങ്ങളിൽ കോൺഫറൻസിൽ പങ്കെടുത്തിട്ടില്ല, ഞാൻ എന്തിനും വേണ്ടി ശുപാർശ ചെയ്തിട്ടില്ല. അദ്ദേഹം ഒരക്ഷരം മിണ്ടുന്നില്ലല്ലോ. അപ്പൊ ഇത് കൃത്യമായിട്ടും ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി എന്ന് പറഞ്ഞ സുഹൃത്ത് എന്താ? ഭരണപക്ഷത്തിന് ഭൂരിപക്ഷമുള്ള ഒരു പാർലമെന്ററി കമ്മിറ്റിയാണ്. ലോക്സഭയുടെയും രാജ്യസഭയുടെയും അംഗസംഖ്യ പ്രതിഫലിക്കുന്ന ഒരു കമ്മിറ്റിയാണ് JPC എന്ന് പറഞ്ഞാൽ. അതിൽ ചെയർമാൻ BJP ആയിരിക്കും. അവർക്കൊന്നും മറിക്കാനില്ലെങ്കിൽ അതൊന്ന് അന്വേഷിച്ചാൽ പോരെ. നിയമസഭയെയും സർക്കാരിനെയും അസ്ഥിരപ്പെടുത്താനുള്ള ബോധപൂർവമായ ശ്രമമാണ് പ്രതിപക്ഷം നടത്തുന്നതെന്ന് മന്ത്രി PM മുഹമ്മദ് റിയാസ്. സംഘപരിവാർ അജണ്ട നടപ്പാക്കുകയാണെന്നും RSS ഏജന്റുമാർ കേരളത്തിലെ കോൺഗ്രസിലുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഫോട്ടോഷൂട്ട് സമരം മാത്രമാണ് BJPക്കെതിരെ കോൺഗ്രസ് നടത്തുന്നതെന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞു. RSS ഏജന്റുമാർ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരിൽ ഉണ്ടോ എന്നുള്ളത് വളരെ ഗൗരവത്തിൽ പരിശോധിക്കേണ്ട കാര്യമാണ്. കേരളത്തിലെ ചില കോൺഗ്രസ് നേതാക്കന്മാരുടെ ഇടപെടലുകൾ കണ്ടാൽ RSS ഏജന്റുമാരാണ് അവർ എന്ന് വളരെ കൃത്യമായി തോന്നുന്നതാണ്. കേരളത്തിലെ കോൺഗ്രസിൽ RSS ഏജന്റുമാർ കടന്നു വരുന്നുണ്ട്, പ്രത്യേകിച്ച് കോൺഗ്രസ് നേതൃത്വത്തിൽ. അതിൻ്റെ ഭാഗമായി RSSും BJPയും ദേശീയ തലത്തിൽ തീരുമാനമെടുത്ത് കേരളത്തിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന അന്ധമായ ഇടതുപക്ഷ വിരുദ്ധത, അന്ധമായ മാർക്സിസ്റ്റ് വിരുദ്ധത, അന്ധമായ LDF സർക്കാർ വിരുദ്ധത, അത് BJP സംസ്ഥാന ഘടകം നടപ്പിലാക്കുന്നതിനേക്കാൾ ഭംഗിയായിട്ടാണ് കേരളത്തിലെ ചില കോൺഗ്രസ് നേതാക്കന്മാർ കോൺഗ്രസ് പാർട്ടിയെ നയിച്ചുകൊണ്ട് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ RSS ഏജന്റുമാരായി കേരളത്തിലെ ചില കോൺഗ്രസ് നേതാക്കന്മാർ പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളത് മതനിരപേക്ഷ കോൺഗ്രസ് പരിശോധിക്കണം. പ്രതിപക്ഷ നേതാവിനെതിരായ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പരാമർശങ്ങളെ വിമർശിച്ച് കോൺഗ്രസ് നേതാവ് T സിദ്ദിഖ്. റിയാസ് സൂപ്പർ മുഖ്യമന്ത്രി ചമയുന്നത് ശരിയാണോ എന്ന് പാർട്ടി നേതൃത്വം തീരുമാനിക്കണമെന്ന് സിദ്ദിഖ് പറഞ്ഞു. ശ്രീ PM മുഹമ്മദ് റിയാസ് സൂപ്പർ മുഖ്യമന്ത്രി ചമയുന്നത് ഹിതകരമാണോ എന്ന് സ്വന്തം പാർട്ടി പ്രവർത്തകന്മാർ ആലോചിക്കേണ്ടതാണ്, നേതൃത്വം ആലോചിക്കേണ്ടതാണ്. കേരള അസംബ്ലിയിൽ EMS ഗവൺമെന്റ് മുതൽ ഇതുവരെയുള്ള പിണറായി വിജയൻ ഗവൺമെന്റ് വരെ ഏതെങ്കിലും മന്ത്രിമാർ അവരുടെ ഫയലുകൾ മേശപ്പുറത്ത് വെക്കുമ്പോൾ, അവരുടെ പ്രമേയങ്ങൾ മേശപ്പുറത്ത് വെക്കുമ്പോൾ ഒരു മന്ത്രിമാരും ഇതുവരെ ആക്ഷേപകരമായിട്ടുള്ള ഒരു കാര്യം പോലും പറഞ്ഞിട്ടില്ല. എന്നാൽ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഈ വിഷയത്തിന് മുഴുവൻ തുടക്കമിട്ട് ധനാഭ്യർത്ഥന ചർച്ചയുടെ ഫയൽ മേശപ്പുറത്ത് വെക്കേണ്ടതായിരിക്കുന്ന സമയം അദ്ദേഹം നടത്തിയതായ സ്റ്റേറ്റ്മെന്റ് കേരള നിയമസഭയുടെ പ്രീസിഡൻസ് അദ്ദേഹത്തിന് അറിയാത്തതുകൊണ്ടാണ്. പ്രതിപക്ഷത്തിന്റെ അവകാശങ്ങളെ ഹനിക്കുന്ന നടപടികളിൽ നിന്ന് പിന്മാറണമെന്നാവശ്യപ്പെട്ട് രമേശ് ചെന്നിത്തല സ്പീക്കർക്ക് കത്ത് നൽകി. ഒരു സമ്മേളനത്തിൽ തന്നെ പ്രതിപക്ഷത്തിന്റെ 6 അടിയന്തര പ്രമേയങ്ങൾ മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെ സ്പീക്കർ തള്ളുന്നത് ചരിത്രത്തിൽ ആദ്യമാണ്. 6 അടിയന്തര പ്രമേയങ്ങളും തള്ളിയത് രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടാണെന്നും സ്പീക്കർ സർക്കാരിന്റെ വക്താവായി മാത്രം ചുരുങ്ങരുത് എന്നും കത്തിൽ രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാണിക്കുന്നു. ഇനി മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. ചങ്ങനാശ്ശേരി അതിരൂപത മുൻ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പൗവത്തിന്റെ സംസ്കാര ചടങ്ങുകൾ ബുധനാഴ്ച നടക്കും. മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി ശുശ്രൂഷകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കും. ബ്രഹ്മപുരം തീപിടുത്തത്തിൽ 100 കോടിയുടെ പിഴ ഈടാക്കിയ ദേശീയ ഹരിത ട്രിബ്യൂണലിന്റെ നടപടി ചോദ്യം ചെയ്യാൻ കൊച്ചിൻ കോർപ്പറേഷൻ നിയമവിദഗ്ധരുമായി കൂടിയാലോചിച്ച ശേഷം തുടർ നടപടിയിലേക്ക് കടക്കും. തിരുവനന്തപുരം ലോ കോളേജിലെ സംഘർഷത്തിന് പിന്നാലെ KSU SFI പ്രവർത്തകരുമായി പ്രിൻസിപ്പൽ നാളെ നേരിട്ട് ചർച്ച നടത്തും. PTA പ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ വിദ്യാർത്ഥികളുമായി ചർച്ച നടത്തുക. പാലക്കാട് മലമ്പുഴയിൽ സ്കൂട്ടർ തകർത്ത് കാട്ടാനക്കൂട്ടം. മലമ്പുഴ കരടിയോട് വെച്ചാണ് സുന്ദരൻ എന്നയാൾക്ക് നേരെ കാട്ടാനക്കൂട്ടം പാഞ്ഞെടുത്തത്. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളം വഴി കടത്താൻ ശ്രമിച്ച സ്വർണം പിടികൂടി. കാസർഗോഡ് കുമ്പള സ്വദേശി അമ്പേരി മുഹമ്മദ് പിടിയിലായി. മലദ്വാരത്തിൽ ഒളിപ്പിച്ചാണ് 54 ലക്ഷം രൂപയുടെ സ്വർണം കടത്താൻ ശ്രമിച്ചത്.
കരിപ്പൂർ വിമാനത്താവളത്തിൽ 70 ലക്ഷം രൂപ വില മതിക്കുന്ന 1.3 കിലോയോളം സ്വർണം പിടികൂടി. എയർ കസ്റ്റംസ് ഇന്റലിജൻസ് ആണ് സ്വർണം പിടികൂടിയത്. ഇന്നലെ ദുബായിൽ നിന്നും ജിദ്ദയിൽ നിന്നും എത്തിയ 3 യാത്രക്കാരിൽ നിന്നുമായി പേനയുടെ റീഫിലിനുള്ളിലും ശരീരത്തിനുള്ളിലും വസ്ത്രങ്ങളിലുമായി ഒളിപ്പിച്ചുകൊണ്ടുവന്ന സ്വർണമാണ് പിടിച്ചെടുത്തത്. ന്യൂസ് 18 കേരളം ടെക്നിക്കൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ എ അജയുടെ മാതാവ് പാലക്കാട് കല്ലേപ്പുള്ളി KSHB കോളനിയിൽ ഗിരിജ അന്തരിച്ചു. 63 വയസ്സായിരുന്നു. പരേതനായ അച്യുതൻകുട്ടിയുടെ ഭാര്യയാണ്. സംസ്കാരം വൈകിട്ട് 5 മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും. കായിക വാർത്തകളിലേക്ക്. വിശാഖപട്ടണം ഏകദിനത്തിൽ ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യക്ക് ബാറ്റിംഗ് തകർച്ച. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റിംഗ് ഇറങ്ങിയ ഇന്ത്യക്ക് 94 റൺസ് എടുക്കുന്നതിനിടെ 7 വിക്കറ്റുകൾ നഷ്ടമായി. 4 വിക്കറ്റ് വീഴ്ത്തിയ മിച്ചൽ സ്റ്റാർക്കാണ് ഇന്ത്യയെ തകർത്തത്. ഇന്ത്യക്ക് വേണ്ടി രോഹിത് ശർമ്മ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് തിരിച്ചെത്തി. വാർത്ത പൂർണ്ണമാകുന്നു. നമസ്കാരം.